ബംഗളൂരു നഗരം രാവിലെ മുതൽ ശാന്തമാണ്. സംഘർഷത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ പ്രഖ്യാപിച്ച കർഫ്യൂ തുടരുന്നു. കർണാടക സ്റ്റേറ്റ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ആംഡ് റിസർവ് പോലീസ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നിവയിലെ 15,000 അംഗങ്ങളെ നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. മലയാളികളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക പോലീസിനെയും നിയോഗിക്കുമെന്ന് കേരള DGP ലോക്നാഥ് ബെഹ്റ കർണാടക DGPയെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 100 പേരടങ്ങുന്ന ഒരു കമ്പനി പോലീസ് ഇന്ന് പുലർച്ചെ കർണാടകയിലെത്തി. മലയാളികൾ കൂടുതലുള്ള സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പോലീസിനെ വിന്യസിക്കും. ഇന്നലെ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. മൈസൂരുവിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബാംഗ്ലൂർ വളരെ ക്രിട്ടിക്കലാണ്. കേരളത്തിലേക്കുള്ള ബസ്സുകൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. മൈസൂരിൽ നിന്ന് പ്രമാണിച്ചിട്ട് നാട്ടിലേക്ക് പോകുന്ന മലയാളീസിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് നാട്ടിലേക്ക് പോകാനുള്ള യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സുരക്ഷ ശക്തമാക്കുന്നതിന് കൂടുതൽ സേനയെ കേന്ദ്രത്തോട് കർണാടക ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകത്തിലും തമിഴ്നാട്ടിലുമുണ്ടായ സംഘർഷം ആശങ്കയുണർത്തുന്നതായി കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു പറഞ്ഞു. Violence and destruction of property ultimately impacts the life of the common people. I fervently appeal to both the people of both the states to immediately cooperate in ensuring peace and normalcy. തമിഴ് വംശജർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് കർണാടക പോലീസ് അറിയിച്ചു. ബംഗളൂരുവിൽ എത്രയും പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് കർണാടക സർക്കാർ. സംഘർഷം ഇനിയും തുടരുകയാണെങ്കിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനാണ് സർക്കാർ തീരുമാനം. ബംഗളൂരുവിൽ നിന്ന് നിതീഷ് ബാലൻ, മീഡിയ 1.